ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ നമ്മള് ഒരുപാട് കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി അല്ലെ? നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം നല്ലൊരു റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾ കുറെ പേരെങ്കിലും റിവിഷൻ കഴിഞ്ഞ് കാണും, ചിലര് ഇപ്പൊ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ റിവിഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ, നമ്മൾ പഠിച്ചത് ശരിയാണോ, ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നല്ലൊരു റിവിഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ എഴുതുക. ഗൂഗിൾ നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് നോക്കിയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൻസർ കൃത്യമായിട്ട് കേട്ടിരുന്ന് അങ്ങനെ പഠിക്കാമെന്നോ വിചാരിക്കരുത്. നമ്മുടെ പഠിത്തത്തിന്റെ സ്റ്റേജ് കഴിഞ്ഞു, റിവിഷൻ ആണ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറുമായിട്ട് തട്ടിച്ച് എന്ത് ചെയ്യുക, നോക്കുക കൃത്യമാണോ, എനിക്ക് എവിടെയെങ്കിലും പഠിക്കാനായിട്ട് വിട്ടു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ടോ, മാറിപ്പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യത്തിലേക്ക് പോകുവാണ്. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന ഒരു ഭാഗമാണ്. എന്തായാലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 2024 ലോക്സഭയിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. അത് എത്രാമത്തെ ബില്ലായിരുന്നു? ഈ ബില്ല് അവതരിപ്പിച്ചത് ആരായിരുന്നു എന്നാണ് ചോദ്യം. രണ്ട് ചോദ്യങ്ങളാണ് ഒരു വലിയൊരു യൂണിറ്റ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വിഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പില് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തില് നമ്മുടെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നിലവിലുള്ള ചില ആർട്ടിക്കിളുകളിൽ അമെന്റ്മെന്റ്സ് വരണമെന്നും അതുപോലെ തന്നെ അല്ലാതെയുള്ള ചില ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കണമെന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് പ്രകാരം നമുക്ക് ഭരണഘടനാ ഭേദഗതി ബിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2024. അപ്പൊ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രാമത്തെ ബില്ലായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് എത്തിയോ? ഞാൻ ആൻസർ പറയാൻ പോവാണ്. ആൻസർ എന്ന് പറയുന്നത് 129 ബില്ലാണ്. ഈ ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മെഹ്വാൾ ആണ്. നിയമമന്ത്രി അർജുൻ റാം മെഹ്വാൾ ആണ് 129 ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുമായി ബന്ധപ്പെട്ടതാണ്. വൺ നേഷൻ വൺ ഇലക്ഷൻ. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കാം, 2024 അവതരിപ്പിച്ച ഈ ബില്ല് 129 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അർജുൻ റാം മെഹ്വാൾ ആണ് ഇത് അവതരിപ്പിച്ചത്. 269 എംപിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 198 പേരാണ് ബില്ലിനെ എതിർത്തത്. 269 എംപിമാര് ഇതിനെ അനുകൂലിച്ചപ്പോ 198 പേരാണ് ബില്ലിനെ എതിർത്തത്. അപ്പൊ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ശുപാർശ ചെയ്തതുപോലെ ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി ക്രമീകരിക്കുന്നതിനായിട്ട്, അതായത് ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കറിയാം ഇപ്പൊ നമുക്ക് 2024 പുതിയ ലോക്സഭ രൂപീകരിച്ചതേ ഉള്ളൂ അല്ലെ. എന്നാൽ പല സംസ്ഥാനങ്ങളിലും നിയമസഭകളുടെ കാലാവധി കഴിയാറുമായി. എസ്പെഷ്യലി നമ്മുടെ കേരള നിയമസഭയുടെ തന്നെ കാലാവധി ഏകദേശം തീരാറായി അല്ലെ. നെക്സ്റ്റ് ഇലക്ഷനുള്ള സമയമായി. അപ്പൊ നമ്മളൊരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ വെക്കുവാണെങ്കിൽ ഇത് നമ്മൾ നേരിടുന്ന ഒരു വലിയ ചലഞ്ചാണ്. കാരണം നമുക്ക് എല്ലാ നിയമസഭകളുടെയും അതുപോലെ നമ്മുടെ ലോക്സഭയുടെയും കാലാവധി നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പൊ അതായത് കഴിയാറായതും അതുപോലെ തന്നെ തുടങ്ങിയ നിയമസഭയും ലോക്സഭയുടെ എല്ലാം ഒരുമിച്ച് എല്ലാ നിയമസഭകളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ നിയമസഭകളും അവസാനിപ്പിച്ചിട്ട് ഒരുമിച്ച് എല്ലാ നിയമസഭകളെയും ലോക്സഭയുടെയും ഇലക്ഷൻ വെക്കുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമാവുന്നത്. സോ അതിനു വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 82A എന്ത് ചെയ്യണം, ഒരു ആർട്ടിക്കിള് കൂട്ടിച്ചേർക്കണം. 82A ഓർത്തു വെക്കുക. നിങ്ങളോട് ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഏത് ആർട്ടിക്കിൾ ആണ് ഒരു രാജ്യം ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് ചോദിച്ചാൽ 82A ആണ്.
82A(1) മുതൽ 6 വരെയുള്ള ക്ലോസുകളാണ് ഈ ഒരു വൺ ഇലക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. പുതിയ ആർട്ടിക്കിൾ 82A ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ട് സൗകര്യം ഒരുക്കുന്ന ആർട്ടിക്കിളാണ് 82A. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചില ആർട്ടിക്കിളുകളിൽ, നിലവിലുള്ള ആർട്ടിക്കിളുകളിൽ നമുക്ക് അമെന്റ്മെന്റ്സ് വരുത്തുകയും വേണം. ആർട്ടിക്കിൾ 83, ആർട്ടിക്കിൾ 172, 327 ഇവയിലേക്കുള്ള ഭേദഗതികൾ, അതായത് ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 83, 172, 327 എന്ന് പറയുന്നത്. അപ്പോ ഇത് കാലാവധികൾ വിന്യസിക്കുന്നു. അതുപോലെ തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ എന്ത് ചെയ്യണം, ആ ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ ഉയർത്തുന്ന പ്രവർത്തന വെല്ലുവിളികളെയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ എന്ത് ചെയ്യണം, അമെൻഡ് ചെയ്യണം. ആർട്ടിക്കിൾ 83, 172, 327 എന്നീ ആർട്ടിക്കിൾ എന്ത് ചെയ്യണം, നമ്മൾ ഭേദഗതി ചെയ്യണം. ഇനി ആർക്കാണ് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷന്റെ ചുമതല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ്. ഇങ്ങനെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ആശയത്തോടനുബന്ധിച്ച് സൈമൾട്ടേനിയസ് ഇലക്ഷൻ, അതായത് ബോത്ത് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് നടത്തുമ്പോൾ അതിന്റെ അധികാര ചുമതലയുള്ളത് ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ്. നിങ്ങൾ മറക്കണ്ട, കൂട്ടിച്ചേർക്കേണ്ടുന്ന ആർട്ടിക്കിളുകളെ കുറിച്ച് ഉറപ്പായിട്ടും ചോദ്യം വരും. അമെന്റ്മെന്റ് ചെയ്യേണ്ടുന്ന ആർട്ടിക്കിളുകളെ കുറിച്ചും ഉറപ്പായിട്ടും ചോദ്യം വരും. ബിക്കോസ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലായതുകൊണ്ട്. ഓക്കെ, ശരി, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാണിജ്യ അടിസ്ഥാനത്തിൽ പഴയ വാഹനങ്ങൾ, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ വാങ്ങി വിൽപ്പന നടത്തുന്ന ഇടപാടുകൾക്ക് മേൽ ചുമത്തിയ GST നിരക്ക് പുതുക്കിയതിനു ശേഷം, അതായത് റീസെന്റ് ആയിട്ട് ആ ഒരു GST നിരക്ക് പുതുക്കിയിട്ടുണ്ടായിരുന്നു. എത്ര ശതമാനമാണ് പുതുക്കിയിട്ടുള്ളത്? പുതിയ റേറ്റ് എത്രയാണ്? ഈ വർധനവ് വ്യക്തികൾ തമ്മിലുള്ള പഴയ വാഹനങ്ങളുടെ കൈമാറ്റത്തെ ബാധിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ മുൻപ് 15% നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂസ്ഡ് കാർസ് അല്ലെങ്കിൽ യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങിച്ചിട്ട് ഓതറൈസ്ഡ് ഡീലേഴ്സ് വിൽക്കുന്ന കടകൾ അല്ലെ, പ്രത്യേകിച്ച് മാരുതി പോലുള്ള ഓതറൈസ്ഡ് ഡീലേഴ്സ് ഈ ഉപയോഗിച്ച വാഹനങ്ങൾ അവർ പുതുക്കി എന്ത് ചെയ്യാറുണ്ട്, മറ്റ് കസ്റ്റമേഴ്സിന് അവർ വിൽക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇടപാടുകൾക്ക് മുൻപ് 15% GST നിരക്ക് ഇപ്പൊ കൂട്ടി 18% മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടി, 18% അല്ലെ, 18% മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഈ വർധനവ് വ്യക്തികൾ തമ്മിലുള്ള പഴയ വാഹനങ്ങളുടെ കൈമാറ്റത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഡീലേഴ്സിന് മാത്രമാണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു വാഹനം ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മള് സെക്കൻഡ് ഹാൻഡ് സെല് ചെയ്യാറുണ്ട് അല്ലെ, വേറൊരാൾക്ക് എന്ത് ചെയ്തു ആ വാഹനം കൊടുക്കുകയാണെങ്കിൽ അത് ബാധകമല്ല, വ്യക്തികൾ തമ്മിലുള്ള ഇടപാടിന് ബാധകമല്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒക്കെ ഡീലേഴ്സ് വഴിയാണ് പോകുന്നതെങ്കിൽ എന്താണ്, ഈ ഒരു GST നിരക്ക് അവിടെ ബാധകമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. 12% കേട്ടോ. അപ്പൊ സോറി, 15% 12% നിന്ന് 18% അതൊരു കറക്ഷൻ ആണെന്ന് ഓർത്തു വെക്കണേ. മുൻപ് 12% ഇപ്പൊ 12 നിന്ന് ഒറ്റയടിക്ക് എത്രയാക്കി, 18% ഉയർത്തിയിട്ടുണ്ട്. അത് ഓർത്തു വെക്കുക, നോട്ട് ചെയ്ത് വെക്കണേ. 12% നിന്ന് 18% ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തത്, ദേശീയ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ദേശീയ പരിപാടികളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റിന്റെ പേരാണ് രാഷ്ട്രപർവ് എന്ന് പറയുന്നത്. എന്താണ് ആ വെബ്സൈറ്റിന്റെ പേര്? രാഷ്ട്രപർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. ദീൻദയാൽ, അതായത് ദേശീയ പഞ്ചായത്ത് പുരസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നോക്കി വെക്കണം. അപ്പോ ഇങ്ങനെ ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് ഏതാണ്? ഈ പുരസ്കാരത്തിന് ആ പഞ്ചായത്തിനെ അർഹമാക്കിയത് എന്താണെന്നാണ് ചോദ്യം. സോ നിങ്ങൾ ആദ്യത്തെ 2 ഓപ്ഷൻ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സിയും ഡിയും ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം നമുക്ക്.
ഇപ്പൊ 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിലെ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പാണ്. മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തിനാണ്. നമ്മൾ 2023-24 റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വരാജ് ട്രോഫി എടുത്ത് നോക്കുമ്പോഴും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം പെരുമ്പടപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിലും പെരുമ്പടപ്പിന് പുരസ്കാരമുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മെച്ചപ്പെട്ട ഉപജീവന മാർഗങ്ങളും ഉറപ്പാക്കുന്ന പെരുമ്പടപ്പിന്റെ പദ്ധതികൾക്കാണ് പുരസ്കാരം എന്ത് ചെയ്തത് ലഭിച്ചതെന്ന് ഓർത്തുവെക്കുക. എത്ര പേർക്ക് ശരിയായെന്നുള്ള കാര്യം പറയണം കേട്ടോ. അതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയതിനാണ് ദേശീയ തലത്തിൽ 2ാം സ്ഥാനം ആർക്ക് ലഭിച്ചത്? പെരുമ്പടപ്പിന് ലഭിച്ചത്. ദേശീയ തലത്തിൽ പെരുമ്പടപ്പിന് 2ാം സ്ഥാനം ലഭിച്ചത്. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് കിലയ്ക്കാണ്. നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് നൽകാനുള്ള. അപ്പൊ ആ കിലയ്ക്കാണ് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാന പുരസ്കാരം. എന്തിനാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനം, അതായത് സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകൾക്കാണ് കിലയെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ചോദ്യവും കഴിഞ്ഞു. നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം നേടിയത് ആരാണ്? ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ 2 ക്വസ്റ്റ്യൻ ഒരു യൂണിറ്റ് ക്വസ്റ്റ്യനകത്ത് ചേർക്കുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ആണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ മാക്സിമം അങ്ങനെ ഇട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കെ ബിർള ഫൗണ്ടേഷൻ നൽകിയ 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാര ജേതാവിനെ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി എന്ന് വിചാരിക്കും. നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആൻസറിലേക്ക് പോവാണ്. സൂര്യബാലയ്ക്കാണ് കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 2024 34ാമത് വ്യാസ് സമ്മാൻ ലഭിച്ചത്. സാഹിത്യ മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് വ്യാസ് സമ്മാൻ എന്ന് പറയുന്നത്. സോ അത് ലഭിച്ച സൂര്യബാലയ്ക്കാണ്. സൂര്യബാലയുടെ കോൺ ദേസ്കോ വാസി വേണു കി ഡയറി എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കോൺ ദേസ്കോ വാസി വേണു കി ഡയറി എന്ന് പറയുന്ന കൃതി 34ാമത് വ്യാസ് സമ്മാന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 33ാമത് വ്യാസ് സമ്മാൻ ആർക്കാണ് ലഭിച്ചത് 2023? അതിവിടെ കിടക്കുന്നുണ്ട്. പുഷ്പഭാരതിയുടെ യാദീൻ എന്ന് പറയുന്ന കൃതിക്കാണ് 33ാമത് വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 34 സൂര്യബാല, 4 സൂര്യബാല, 33 പുഷ്പഭാരതിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ല നിങ്ങൾക്ക്? ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ ഇതൊക്കെ? ഓക്കെ, ശരി. 6 അതിനു മുൻപ് 6ാമത്തെ ചോദ്യത്തിന് മുൻപ് ഈ വ്യാസ് സമ്മാൻ പോലെ തന്നെ നമുക്ക് ദേശീയ തലത്തിൽ നൽകുന്ന മറ്റൊരു സാഹിത്യ മേഖലയിലെ പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. 2024 34ാമത് സരസ്വതി സമ്മാൻ ജേതാവ്, 2024 34ാമത് സരസ്വതി സമ്മാൻ ജേതാവ് മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസ് ആണ്. മഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന്റെ സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോ സാധു ഭദ്രേഷ് ദാസ് എന്ന് പറയുന്നത് പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് ആര്? സാധു ഈ പറയുന്ന ഭദ്രേഷ് ദാസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിനാണ് 2024 34ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2023 പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ രൗദ്രം സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രൗദ്രം സാത്വികം. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നൊബേൽ പഠിക്കാതെ ആരും പോകില്ല എന്നാണ് എന്റെ ഒരു ഉറപ്പ്. കാരണം നൊബേൽ ഉറപ്പായിട്ടും ചോദിക്കും. നൊബേല് നിങ്ങൾ 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 2023 24 നൊബേൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയ്ക്കും സിഇഒയിൽ നടന്നിട്ടുള്ള പരീക്ഷയ്ക്കും 2023
നൊബേൽ പുരസ്കാരത്തെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ, പഠിച്ചു വെച്ചിട്ടേ പോകാവൂ കേട്ടോ. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നൽകുന്ന കേരള പുരസ്കാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവും മൂടക്കുഴൽ പുരസ്കാരവും വെള്ളത്തോൾ പുരസ്കാരവും ബഷീർ പുരസ്കാരം തകഴി പുരസ്കാരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക കേട്ടോ. ശരി, അപ്പൊ നമ്മൾ അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6ാമത്തെ ചോദ്യം നമുക്ക് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി നിങ്ങൾക്കറിയാം പല ഭാഷയിൽ അല്ലെ, ഇന്ത്യയിലെ പല ഭാഷയില് ഏറ്റവും മികച്ച കൃതികൾക്ക് പുരസ്കാരം നൽകാറുണ്ട്. അപ്പൊ മലയാള ഭാഷയിലെ മികച്ച കൃതിക്ക് നൽകിയ പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാറിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതെന്ന് 1ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് പിങ്കളകേശിനി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്. കെ ജയകുമാർ ടാഗോറിന്റെ ഗീതാഞ്ജലി, ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ തുടങ്ങിയ പ്രശസ്ത കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുവാണ്. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാണ്, കാരണം വളരെ സിമ്പിൾ ആണ്. ആൻസർ എന്താണ്? എല്ലാം ശരിയാണ്. അപ്പൊ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് മികച്ച മലയാള കൃതിക്കുള്ള അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ മികച്ച കൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിന്റെ പിങ്കളകേശിനിക്ക് തന്നെയാണ്. കെ ജയകുമാർ എന്ന് പറയുന്നത് ടാഗോറിന്റെ ഗീതാഞ്ജലിയും ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ കൃതിയൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറും കൂടിയാണ് കെ ജയകുമാർ എന്ന് പറയുന്നത്. അർത്ഥവൃത്തങ്ങൾ, രാത്രിയുടെ സാധ്യതകൾ ഇതൊക്കെ കെ ജയകുമാറിന്റെ പ്രധാനപ്പെട്ട കൃതികളുമാണെന്ന് ഓർത്തുവെക്കുക കേട്ടോ. ശരി, 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷബാധ, പാമ്പ് വിഷബാധ എന്നിവയ്ക്കുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യുവിൻ എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതേ ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷബാധ, പാമ്പ് വിഷബാധ എന്നിവയ്ക്കുള്ള വാക്സിൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് സൂവിൻ എന്നാണ് കേട്ടോ. സൂവിൻ. ഓക്കെ, സൂവിൻ. അപ്പൊ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിക്കായിട്ട് കൊണ്ടുവന്ന യുവിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ മാതൃകയിലാണ് സൂവിൻ എന്ത് ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആണ് സൂവിൻ എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആണ് ഈ ഒരു സൂവിൻ എന്ത് ചെയ്തത്, വികസിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം എന്ന് പറയുന്നത്. എന്താണ് എപ്പിഫോം എന്ന് പറയുന്നത്? സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം അടുത്തിടെയായിട്ട് ഒരുപാട് രോഗങ്ങള് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു കേരളം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനായിട്ടുള്ള ഒരു ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം എന്ന് പറയുന്നത്. കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് ഈ ഒരു ഡിജിറ്റൽ സംവിധാനം എന്ത് ചെയ്തത്, ആവിഷ്കരിച്ചത്. നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം, കാലാവസ്ഥാ മാറ്റം, ആരോഗ്യം, മൃഗസംരക്ഷണം, ജലം ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെ വിവരങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാലാവസ്ഥാ മാറ്റം കൊണ്ടോ മൃഗങ്ങളിൽ നിന്നോ ജലത്തിൽ നിന്നോ ഒക്കെ പകരാനായിട്ടുള്ള ചാൻസ് ഉള്ള രോഗങ്ങളെ കുറിച്ചുള്ള എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ മുൻകൂട്ടി നൽകുന്നു. എപ്പിഫോം. അടുത്തത് 8ാമത്തെ ചോദ്യം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ സർവേ നടത്തി മൺമറഞ്ഞു പോകാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ജെൻഗൽസ് എന്ന് പറയുന്നത് കേട്ടോ. ജെൻഗൽസ്. ഇപ്പൊ ജെൻഗൽസ് എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു ഗോത്ര വിഭാഗമാണ് പണിയർ എന്ന് പറയുന്നത്. പണിയരുടെ ഭാഷയില് ഗൽസ് എന്ന വാക്ക് പറയുന്നത് ഉത്സവം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഉത്സവം. സോ ജനങ്ങളുടെ ഉത്സവം എന്ന അർത്ഥത്തില് അവിടെ ആ ഗോത്ര വിഭാഗത്തിൽ പെടുന്നവരുടെ കലാരൂപങ്ങൾ കണ്ടെത്തി അതിനെ പ്രിസർവ് ചെയ്യാനായിട്ടുള്ള, അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജെൻഗൽസ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം. 12,500 വർഷം മുൻപ് മൺമറഞ്ഞു പോയ ഡയർ വൂൾഫിനെ
ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു US ബയോടെക് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. വളരെ വാർത്തയായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് അല്ലെ, ഈ ഡയർ വൂൾഫിനെ എന്ത് ചെയ്യുന്നു, പുനഃസൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ. നോക്കിക്കേ, അപ്പോ 12,500 വർഷം മുൻപ് മൺമറഞ്ഞു പോയ ഈ ഡയർ വൂൾഫിനെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന US ബയോടെക് കമ്പനിയുടെ പേര് കൊലോസൽ ബയോസയൻസസ് എന്നാണ്. കൊലോസൽ ബയോസയൻസസ് എന്നാണ് കേട്ടോ. കൊലോസൽ ബയോസയൻസസ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത്. സോ അപ്പോ ഡയർ വൂൾഫിനെ സൃഷ്ടിച്ചത് അതിന്റെ പുരാതന DNA ക്ലോണിങ്ങും ജീൻ എഡിറ്റിങ്ങും ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത്, അതിനെ സൃഷ്ടിച്ചത്. ഇതിനു വേണ്ടി അവർ യൂസ് ചെയ്തത് CRISPR-Cas9 എന്ന് പറയുന്ന ആ ഒരു ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഡിഗ്രി തലത്തിലേക്ക് വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് CRISPR-Cas9ന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്. നമുക്ക് അഗ്രികൾച്ചർ മേഖലയിലും അതുപോലെ തന്നെ ഹെൽത്ത് ഫീൽഡിലും എഡ്യൂക്കേഷൻ ഫീൽഡിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗവേഷണ മേഖലയിൽ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഗവേഷണ മേഖലയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ CRISPR-Cas9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ്. റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ ജീൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കമല, പൂസ റൈസ് എന്ന് പറയുന്ന 2 റൈസ് ഇനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു CRISPR-Cas9 ജീൻ എഡിറ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 2 ഡയർ വൂൾഫിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊലോസൽ ബയോസയൻസസ്. അപ്പൊ ഇവിടെ കൊലോസൽ ബയോസയൻസസ് എന്ന് പറയുന്ന കമ്പനി ഡയർ വൂൾഫുകളുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവാണ് ഗ്രേ വൂൾഫ് എന്ന് പറയുന്നത്. സോ അതിന്റെ DNA യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡയർ വൂൾഫിനെ എന്ത് ചെയ്തത്, പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ചില മാധ്യമങ്ങൾ പറയുന്നു തെറ്റാണെന്ന് പറയുന്നുണ്ട് വാർത്ത. എന്തായാലും നമുക്കിത് വാർത്തയായിട്ട് വന്നതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയേക്കാം. മാത്രമല്ല CRISPR-Cas9 എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ പല രീതിയിലും എന്ത് ചെയ്യാം, ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം, ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. സോ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യ പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ്. ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ് കേട്ടോ. അപ്പൊ വിശാഖപട്ടണത്തുള്ള ഈസ്റ്റേൺ നേവൽ കമാൻഡിന് 50 കിലോമീറ്റർ അകലെയാണ് ഈ റാംബില്ലി എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് 50 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റാംബില്ലിയിലാണ് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഒരു പുതിയ ഭൂഗർഭ നേവൽ ബേസ് എന്ത് നിർമ്മിക്കുന്നത്. അപ്പൊ അടുത്ത വർഷം കമ്മീഷനിങ് നടക്കും. ഈ ഒരു നിങ്ങൾക്കറിയാലോ, ഇന്ത്യക്ക് ഇപ്പൊ തന്നെ INS അരിഹന്ത്, അതുപോലെ തന്നെ അരിഖാത്ത്, അരിദമൻ ഇങ്ങനെ പറയുന്ന 3 ആണവ മുങ്ങിക്കപ്പലുകളുണ്ട്. അപ്പൊ ഈ ആണവ മുങ്ങിക്കപ്പലുകളുടെയും ഇന്ത്യയുടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വെപ്പൺസിനെയൊക്കെ നമുക്ക് ഒന്നെന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കുക എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ഭൂഗർഭ നേവൽ ബേസ് എന്ന് പറയുന്നത്. സോ അത് പ്രോജക്ട് വർഷ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഈ ഒരു ഭൂഗർഭ നേവൽ ബേസിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ്. സോ ആ ഒരു പ്രോജക്റ്റിന് അടുത്ത വർഷം കമ്മീഷനിങ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലിയിലാണ് ഇത് നിലവിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. 11ാമത്തെ ചോദ്യം. 2025 മാർച്ചിൽ ഭൂചലനം നാശം വിതച്ച മ്യാൻമാറിന് സഹായം എത്തിക്കാൻ ഇന്ത്യ ഒരു രക്ഷാപ്രവർത്തനം നടത്തി. ആ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? നിങ്ങൾക്കറിയാം ആൻസർ എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ അല്ലെ. 2025 മാർച്ചിൽ മ്യാൻമാറിലും തായ്ലൻഡിലും 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. ഓക്കെ, ചൈന, ഇന്ത്യ, വിയറ്റ്നാം, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഈ ഒരു ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. എന്നാൽ ഇന്ത്യയിലൊന്നും വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. കാരണം കൊൽക്കത്തയിലും ഇംഫാലിലും ഒക്കെ 4.4 തീവ്രതയാണ് ആ ഒരു ഭൂചലനത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഉണ്ടായ ഭൂചലനം കാരണം മ്യാൻമാറിന് ഇന്ത്യ സഹായം എത്തിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലാണ്. ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പൊ മ്യാൻമാറിലെ ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സാരംഗഗ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സാരംഗഗ് എന്നാണ് അറിയപ്പെടുന്നത്. നെയ്പിഡോ ആണ് മ്യാൻമാറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ്? മ്യാൻമാറിലെ ഭൂചലനം നാശം വിധിച്ച മ്യാൻമാറിൽ ഇന്ത്യ സഹായം എത്തിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഓപ്പറേഷനുകൾ ഓർത്ത് വെക്കണം. ഓപ്പറേഷൻ കാവേരി, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഗംഗ, ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ, അതുപോലെ തന്നെ ഓപ്പറേഷൻ സുരംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ
എന്താ കരുണ, ഓപ്പറേഷൻ ദോസ്ത്. ഓക്കെ, നമ്മുടെ തുർക്കിക്കൊക്കെ നമ്മൾ സഹായം കൊടുത്തത് ഓപ്പറേഷൻ ദോസ്ത് ഓർമ്മയുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേഷനുകൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓപ്പറേഷൻ ദേവി ശക്തി, അപ്പൊ ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ ബ്രഹ്മ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, 12ാമത്തെ ചോദ്യം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയൊരു ഏകീകൃത ടോൾ ഫ്രീ നമ്പർ അടുത്തിടെ പുറത്തിറക്കി. അപ്പൊ ഏതാണ് ഈ ഒരു ഏകീകൃത ടോൾ ഫ്രീ നമ്പർ എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1950 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഒരുപാട് കോൾ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കോൾ സെന്ററുകളെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് പുതിയ കോൾ സെന്റർ എന്ത് ചെയ്തത്, നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നത്. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകൾ ഏകീകരിച്ചു കൊണ്ടുവന്നതാണ് 1950 എന്ന് പറയുന്നത്. അപ്പൊ സാധാരണയായിട്ട് നിങ്ങൾ വിചാരിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ അല്ലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ? അല്ല, പഞ്ചായത്ത് നഗരസഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭ്യമാകില്ല. പകരം ലോക്സഭ, സംസ്ഥാന നിയമസഭാ ഇലക്ഷനിലെ വിവരങ്ങളാണ് ഈ ടോൾ ഫ്രീ നമ്പർ വഴി എന്ത് ചെയ്യുന്ന ലഭ്യമാകുന്നത്. കാര്യം ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നതാണെങ്കിൽ ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ലോക്സഭ ഇലക്ഷനിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിരിക്കും ലഭിക്കുന്നത്. നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള രത്തൻ യു ഖേൽക്കറുടെ ആശയമാണ് ഇത്തരത്തിലൊരു ഏകീകൃത ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം കഴിഞ്ഞു. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ഇതിന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നു, പെട്ടെന്ന് ഞാൻ ആൻസർ പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ പറയുക കേട്ടോ. ആൻസർ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗുരുഗ്രാം ആണ്. ഇതിന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈന ആചാര്യ ലോകേഷ് മുനിയുടെ നേതൃത്വത്തിലാണ്. ജൈന ആചാര്യ ലോകേഷ് മുനിയുടെ നേതൃത്വത്തില് അഹിംസ വിശ്വഭാരതിയുടെ പരിശ്രമത്തിലായിരുന്നു ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം 2025 മാർച്ച് 2 ഗുരുഗ്രാമിലെ സെക്ടർ 39 ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ഇനി 14ാമത്തെ ചോദ്യം. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബിന് നമ്മുടെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? അപ്പൊ നമ്മള് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നമ്മൾ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബൃഹത് പ്രോഗ്രാമാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം സിയാലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഹരിത ഹൈഡ്രജൻ ഉൽപാദനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. അത് നമ്മുടെ സിയാലാണ്. സോ നമ്മൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായിട്ട് പലയിടത്തും ഹരിത ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നുണ്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്താണ് കേട്ടോ. വിശാഖപട്ടണത്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ കീഴിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. ഇനി 15ാമത്തെ ചോദ്യം. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും ആൻസർ വേറെന്ന് പറയാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസ്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഭുവനേശ്വർ എന്ന് പറയുന്ന ആൻസറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഇൻഡോർ ആണ്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഇൻഡോർ ആണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയാണ് ഭുവനേശ്വർ എന്ന് പറയുന്നത് കേട്ടോ, മാറിപ്പോകരുത്. 17ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? ഇൻഡോർ ആണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയാണ് ഭുവനേശ്വർ എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ. കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതെ, കന്യാകുമാരിയിലാണ് അല്ലെ? കന്യാകുമാരിയിലാണ് കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ പാലം, ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ് നിലവിൽ വന്നത്? വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ പാമ്പൻ പാലമാണ് അല്ലെ? പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യാസ് ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അത് നോക്കി വെച്ചേക്കണം. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, ശരി.
നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 17ാമത്തെ ചോദ്യം ലോക്സഭാ ഇലക്ഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ നോക്കി വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അസമിലെ ധൂബ്രി മണ്ഡലത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലത്തിലാണ്. ലക്ഷദ്വീപിലെ പോളിംഗ് ശതമാനം ത്രിപുരയിലേതിനേക്കാൾ കൂടുതലാണ് എന്നാണ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. 18ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം അസമിലെ ധൂബ്രി തന്നെയാണ്. നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 92.3% ധൂബ്രിയിൽ രേഖപ്പെടുത്തിയ പോളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞ മണ്ഡലം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ആണ്. 38.7% മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പകുതി ശതമാനം പോലും ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. ഇനി ലക്ഷദ്വീപിൽ 84.16% ആയിരുന്നപ്പോൾ ത്രിപുരയിൽ അത് വെറും 80.93% ആയതുകൊണ്ട് തന്നെ ലക്ഷദ്വീപില് ത്രിപുരയിനേക്കാൾ വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. അടുത്ത് നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നമ്മുടെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ടുകൊണ്ട് CBI അടുത്തിടെ ഒരു പോർട്ടൽ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ CBI ആവിഷ്കരിച്ച ഈ ഒരു പോർട്ടലിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ ഭാരത് പോൾ ആണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ഊർജം നൽകാനായിട്ട് ഭാരത് പോൾ എന്ന് പറയുന്ന പോർട്ടലാണ് കൊണ്ടുവന്നത്. ഇനി 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇനി 20ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് കൈമാറിയ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ചാവേ ഡ്രോൺ ഏതാണെന്നാണ് ചോദ്യം. അപ്പോ പ്രധാനമായിട്ടും ഇപ്പൊ റീസെന്റ് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒക്കെ പശ്ചാത്തലത്തില് നമ്മുടെ ഇന്ത്യൻ കരസേനയും നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം അവരുടെ വെപ്പൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ S-400 ആയിരുന്നാലും അതുപോലെ തന്നെ നാഗാസ്ത്ര ആയിരുന്നാലും നമ്മള് ഡ്രോണുകളായിരുന്നാലും ഒക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വെപ്പണുകളെ കുറിച്ച് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ ഇതെന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രതിരോധ സേനയ്ക്ക് കൈമാറിയ ചാവേ ഡ്രോൺ ആണ്. പേര് നാഗാസ്ത്രയാണ്. പേരെന്താണ്? നാഗാസ്ത്ര 1 ആണ്. നാഗാസ്ത്ര 1 ആണ്. ഓക്കെ, നാഗാസ്ത്ര 1 ആണ്. നാഗാസ്ത്രയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ചാവേ ഡ്രോൺ ഒക്കെ ഇന്ത്യ പാക് സംഘർഷത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന മറ്റൊരു ഡ്രോൺ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റീസെന്റ് ആയിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് ആണ് നാഗാസ്ത്ര 1 വികസിപ്പിച്ചത്. ഇത് തദ്ദേശീയമായിട്ടുള്ള ഒരു ചാവേ ഡ്രോൺ ആണ് കേട്ടോ. തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ചാവേ ഡ്രോൺ ആണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സേനയ്ക്ക് കൈമാറിയിട്ടുള്ള തദ്ദേശീയ ചാവേ ഡ്രോൺ ആണ് നാഗാസ്ത്ര 1 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചില മിസൈലുകളും ഒക്കെ കുറിച്ച് നമുക്ക് നോക്കണം. ഗാന്ധീവ നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളതാണ്. തദ്ദേശീയമായിട്ട് വ്യോമസേനയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറിയ പുതിയ മിസൈലാണ് ഏതെന്ന് പറയുന്ന ഗാന്ധീവ. ഗാന്ധീവ എന്ന് പറയുന്ന പുരാതന ഇതിഹാസ കഥാപാത്രമാണ് അർജുനന്റെ അർജുനന്റെ മിസൈൽ അല്ല, അർജുനന്റെ വില്ല് കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് അർജുനന്റെ മിസൈൽ എന്ന് പറഞ്ഞു പോയി. അർജുനന്റെ വില്ല്. ഓക്കെ, ഒന്നാലോചിച്ച് നോക്കി. അർജുനൻ അല്ലെങ്കിൽ കൗരവരും പാണ്ഡവരും ഒക്കെ മിസൈല് വിട്ട് അവര് യുദ്ധം ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ. ഓക്കെ, ശരി. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗാന്ധി വന്ന കേൾക്കുമ്പോൾ ഇത് ഓർമ്മ വരട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അർജുനന്റെ വില്ലായിട്ടുള്ള ഗാന്ധീവത്തിന്റെ പേരാണ് ഈ ഒരു പുതിയ മിസൈലിന് നൽകിയിരിക്കുന്നത് കേട്ടോ. വളരെ പവർഫുൾ അല്ലേ അത്? ആ ഒരു അമ്പെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു
അർജുനന്റെ വില്ലെന്ന് പറയുന്ന. അപ്പോ ഇതിനു മുൻപ് നമ്മൾ അസ്ത്ര MK1, അസ്ത്ര MK2 എന്നീ മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിൻഗാമിയാണ് ഈ ഗാന്ധീവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അസ്ത്ര MK1, അസ്ത്ര MK2 അതിന്റെ പിൻഗാമിയാണ് എന്തെന്ന് പറയുന്നത്, ഗാന്ധീവ എന്ന് പറയുന്നത്. അപ്പൊ 340 കിലോമീറ്റർ ആണ് ഗാന്ധീവയുടെ ദൂരപരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച ശത്രുതാവളങ്ങൾ എളുപ്പം ആക്രമിക്കാൻ ശേഷിയുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേ ഡ്രോൺ ആണ് ഖർഗ എന്ന് പറയുന്നത്. ഖർഗ. അപ്പൊ നമ്മൾ നേരത്തെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നാഗാസ്ത്ര 1 എന്ന് പറയുന്നത്. ഇത് ഖർഗയാണ്. ഇതും കമിക്കാസി ഇനത്തിൽപ്പെട്ടാണ്. നിങ്ങളുടെ എടുത്തു തന്നെ ചോദിക്കും കേട്ടോ, കമിക്കാസി ഇനത്തിൽപ്പെട്ട ചാവേ ഡ്രോൺ ഏതാണെന്ന് ചോദിക്കും. അത് ഖർഗയാണ് കേട്ടോ. ഇനി 2025 മെയ്യിൽ, ഇത് ആക്ച്വലി മെയ്യിലാണ് വന്നതെങ്കിലും മെയ്യിൽ വന്നതായിട്ട് പഠിക്കണ്ട എന്ന് വിചാരിക്കേണ്ട, ഇത് മുന്നേ ഇതിന്റെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ 2025 വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പരീക്ഷണം നടത്തി തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഈ ആന്റി ഡ്രോൺ ഹ്രസ്വദൂര മിസൈൽ, അതായത് ആന്റി ഡ്രോൺ ഷോർട്ട് റേഞ്ച് മിസൈൽ. അപ്പം ആന്റി ഡ്രോൺ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഇന്ത്യ പാക് സംഘർഷ പശ്ചാത്തലത്തിലും പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ട ഡ്രോൺ ആക്രമണമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഡ്രോൺ ആക്രമണം കൂടുതലായിട്ട് വരുന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രമാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഡ്രോണുകൾ, ആന്റി ഡ്രോണുകൾ കൂടുതലായിട്ട്, അതായത് ശത്രു രാജ്യത്തിന്റെ ഡ്രോണുകളെ തകർക്കാനായിട്ട് ശേഷിയുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇതും നാഗ്പൂർ ആസ്ഥാനമായിട്ടുള്ള സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ഭാർഗവാസ്ത്ര എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ചോദ്യമാണ്. കാലാവസ്ഥാ പ്രവചന രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളെ കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഗൂഗിൾ ഡീപ് മൈൻഡ് അടുത്തിടെ ജെൻകാസ്റ്റ് എന്ന ഒരു നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റ് അവതരിപ്പിച്ചു. ഈ AI ഏജന്റിന് നിലവിലുള്ള പ്രവചന രീതികളെക്കാൾ വളരെ കൃത്യതയോടും വേഗത്തിലും 25 ദിവസങ്ങൾ വരെ മുന്നോട്ടുള്ള കാലാവസ്ഥയും തീവ്ര കാലാവസ്ഥയുടെ സാഹചര്യങ്ങളും സാധ്യതകളും പ്രവചിക്കാൻ കഴിയും. 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ്, ശരിയായ പ്രസ്താവന പരിഗണിക്കാനാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 മാത്രമാണ് ശരി. അതായത് കാലാവസ്ഥാ പ്രവചനങ്ങൾക്കായിട്ട് ഗൂഗിൾ ഡീപ് മൈൻഡ് കൊണ്ടുവന്ന ഒരു AI ഏജന്റ് ആണ് ജെൻകാസ്റ്റ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ സാധാരണയായിട്ട് നമുക്ക് മുൻപ് കിട്ടിയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളെക്കാളും തീവ്ര കാലാവസ്ഥാ പ്രവചനങ്ങളെക്കാളും അടുത്ത 15 ദിവസം വരെയുള്ള കാലാവസ്ഥാ പ്രവചനം വളരെ വേഗത്തിലും ആക്യുറേറ്റ് ആയിട്ട് നൽകാൻ പറ്റുന്നതാണ് ജെൻകാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് മുതൽ അടുത്ത 15 ദിവസം വരെയുള്ള കാലാവസ്ഥയിലെ മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട്, തീവ്ര കാലാവസ്ഥ, അതായത് കൂടിയ ചൂടോ കൂടിയ തണുപ്പോ അല്ലെങ്കിൽ കൂടിയ മഴയോ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, ഈ ഒരു ജെൻകാസ്റ്റ് വഴി നമുക്ക് ലഭ്യമാകും. അപ്പൊ അത്രയ്ക്ക് സ്പീഡും ആക്യുറേറ്റും ആണ് ജെൻകാസ്റ്റ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് നോക്കിക്കേ 25 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് തെറ്റ്. 15 ദിവസങ്ങൾ. ഓക്കെ, 15 ദിവസം മുന്നോട്ടുള്ള വ്യക്തമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളാണ് ജെൻകാസ്റ്റ് എന്ത് ചെയ്യും നമുക്ക് നൽകുന്നത്. ഇനി 22ാമത്തെ ചോദ്യത്തിന് മുൻപ് ഗൂഗിൾ വികസിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ ചിപ്പിനെ കുറിച്ച് കൂടി നോക്കാം. വില്ലോ ആണ്. ഓക്കെ, വില്ലോ എന്ന് പറയുന്നത് എന്താണ്, ഗൂഗിൾ വികസിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ ചിപ്പാണ്. കാലിഫോർണിയയിലെ സാന്റാ ബാർബറയിലാണ് ചിപ്പ് നിർമ്മിച്ചത്. നമ്മൾ ഏകദേശം സെപ്റ്റിലിയൻ വർഷം എടുക്കുന്ന ജോലി, നമ്മൾ ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു ജോലി വെറും 5 മിനിറ്റിനുള്ളിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന അത്രയും വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടുള്ള ഒന്നാണ് കമ്പ്യൂട്ടർ ചിപ്പായിട്ടുള്ള വില്ലോ വികസിപ്പിച്ചത് ഗൂഗിൾ ആണ് കേട്ടോ. ഗൂഗിൾ ആണ് വില്ലോ വികസിപ്പിച്ചത്. നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പർ ലൂപ്പ്. നോക്കാം, രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് ചെന്നൈയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 410 മീറ്റർ ട്രാക്ക് ദൂരമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാക്ക് IIT മദ്രാസിന്റെ തയ്യൂരിലുള്ള ഡിസ്കവറി ക്യാമ്പസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിൽ വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഇതും കൂടെ ഇട്ട് വന്നിരിക്കുകയാണ്, 4ാമത്തെ ഇതും കൂടെ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ തരാം, നിങ്ങൾ ആൻസർ എഴുതിക്കോ.
ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടും ഇലോൺ മസ്ക് 2013 ആദ്യമായി അവതരിപ്പിച്ച മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. ഇവിടെ നോക്കിക്കേ, ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വേഗത്തില് ആളുകൾക്കായിരുന്നാലും ഗുഡ്സിനായിരുന്നാലും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ്. 2013 ആദ്യമായിട്ട് സ്പേസ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സ്പേസ് ഓൺട്രപ്രണർ ആയിട്ടുള്ള ഇലോൺ മസ്ക് ആണ് ആദ്യമായിട്ട് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തില് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മള് രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന് വേണ്ടിയുള്ള ട്രാക്ക് ചെന്നൈയിൽ IIT മദ്രാസിന്റെ തയ്യൂരിലുള്ള ഡിസ്കവറി ക്യാമ്പസില് 410 മീറ്റർ ട്രാക്ക് എന്ത് ചെയ്യും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ലൂപ്പ് സാങ്കേതികം എന്ന് പറയുന്നത് വായുമർദ്ദം വളരെ കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. 2013 ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. റോഡും റെയിലും കപ്പലും വിമാനവും കഴിഞ്ഞാൽ 5ാമത്തെ ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് ഈ ഒരു ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, നിങ്ങൾ നോക്കുകയെ, 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, ശരിയാണ് ഹൈപ്പർ ലൂപ്പിനെ കുറിച്ച്. ഇനി 23ാമത്തെ ചോദ്യം, 2024 ഡിസംബറിൽ ക്യാൻസറിനെതിരെ ഒരു പുതിയ mRNA വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? 2025 തുടക്കത്തില് ഈ രാജ്യം ഈ ഒരു ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ രോഗികൾക്ക് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് രാജ്യം? യെസ്, റഷ്യയാണ് കേട്ടോ, റഷ്യയാണ്. 24ാമത്തെ ചോദ്യം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ AI ഉപദേഷ്ടാവായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ട്രംപിന്റെ AI ഉപദേഷ്ടകനായിട്ട് നിയമിതനായത് ശ്രീറാം കൃഷ്ണനാണ്. ശ്രീറാം കൃഷ്ണൻ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യമാണ്. 2002 ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമ ഏതാണ്? ധീരജ് സർനെയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്തിടെ നമ്മുടെ എംപുരാൻ മൂവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുജറാത്ത് കലാപം വളരെ വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും ഗുജറാത്ത് കലാപത്തിന് മുന്നുണ്ടായ ഗോദ്ര ട്രെയിൻ കത്തിക്കൽ വിഷയത്തെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ. അപ്പോ ഈ ഒരു ഗോദ്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമയാണ് ഏതെന്ന് പറയുന്നത് സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ധീരജ് സർനെയാണ് സബർമതി റിപ്പോർട്ട് സംവിധാനം ചെയ്തത്. ഇത് ലോക്സഭയുടെ നമ്മുടെ പാർലമെന്റ് ഓഡിറ്റോറിയത്തിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിക്രാന്ത് മാസി, നിങ്ങൾക്കറിയാം 12th ഫെയിലും അതുപോലെ സെക്ടർ 36 എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വിക്രാന്ത് മാസിയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയോടുകൂടി അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ 2002 ഗോദ്ര ട്രെയിൻ കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമയാണ് സബർമതി റിപ്പോർട്ട്. ധീരജ് സർനെയാണ് ഇതിന്റെ സംവിധായകൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നോക്കാനുള്ളത്. 25 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം കമന്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ എത്ര പേര് ക്ലാസ് കണ്ട് ഫിനിഷ് ആയവര് ക്ലാസ് ഫിനിഷ് ആയി എന്നുള്ള കാര്യം, CA കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം കൂടി, ഈ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കൂടി, ഓക്കെ ആണോ, ഇനി ഏതെങ്കിലും പഠിക്കാനുണ്ടോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടെ എന്ത് ചെയ്യുക, നിങ്ങളെ കമന്റ് ബോക്സിൽ ചോദിക്കുക. ആൻസർ ഞാൻ അവിടെ തരാവുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.